നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളുടെ എല്ലാം വീടുകളിൽ നമ്മൾ കുളിക്കാനും കുടിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് വാട്ടർ ടാങ്കിലെ വെള്ളമാണ്. എങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വാട്ടർ ടാങ്കുകൾ എപ്പോഴാണ് ക്ലീൻ ചെയ്യേണ്ടത്? അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഏത് തരം വാട്ടർ ടാങ്കുകളാണ് നമ്മളുടെ വീടുകളിൽ വെക്കേണ്ടത്? ഇപ്പോൾ പലതരം വാട്ടർ ടാങ്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. PVC ഉണ്ട്, സ്റ്റീലിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ സിമെൻറ്റ്, ഇങ്ങനെ പല വാട്ടർ ടാങ്കുകളുണ്ട്. ഏത് തരം വാട്ടർ ടാങ്കുകളാണ് നമ്മുടെ വീടിന് ഏറ്റവും അനുയോജ്യമായത്? ഇവയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ PVC വാട്ടർ ടാങ്കുകളാണ്. നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ഉള്ള കറുപ്പും വെള്ളയൊക്കെ ഉള്ള വാട്ടർ ടാങ്കുകൾ. ഇവ സാധാരണ 6 മാസത്തിലൊരിക്കൽ നമ്മൾ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. വാട്ടർ ടാങ്ക് കഴുകി നല്ലപോലെ വൃത്തിയാക്കണം. നമ്മൾ മോട്ടർ അടിച്ച് കയറ്റുന്ന വെള്ളത്തിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ മണൽത്തരികളും അല്ലെങ്കിൽ ചെളികളുമൊക്കെ ഇതിൽ അടിഞ്ഞുകൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മാസങ്ങൾ കഴിയുമ്പോൾ ടാങ്കിൻ്റെ അടിയിൽ വന്ന് അടിയുകയും കൃത്യമായി കഴുകിയില്ലെങ്കിൽ അവിടെ ബാക്ടീരിയകളും രോഗാണുക്കളും വളരുകയും ചർമ്മരോഗങ്ങൾ, മുടി കൊഴിച്ചിലുകൾ, വയറിളക്കം തുടങ്ങിയവയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളുടെ സാധാരണ വീടുകളിൽ വെക്കുന്ന കറുപ്പും വെള്ളയായിട്ടുള്ള വാട്ടർ ടാങ്കുകൾ, ഇത് വെയിറ്റ് കുറവാണ്, ചെലവ് കുറവാണ്, മേടിക്കാൻ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല, ഫിറ്റിങ്ങുകൾ എളുപ്പമാണ്. ഈ ഒരു പ്ലാസ്റ്റിക്കിനൊരു കുഴപ്പമുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ പ്ലാസ്റ്റിക് പൊടിഞ്ഞു കഴിയുമ്പോഴത്തേന് ഈ ഒരു ടാങ്കിലോട്ട് ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക് വെള്ളത്തിൽ കലരുകയും അത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ടാങ്ക് വാങ്ങുമ്പോഴത്തേന് ISA മുദ്രയുള്ള UV റെസിസ്റ്റൻ്റ് ഉള്ള ബ്രാൻഡുകൾ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ടുള്ള, നമ്മളിപ്പോൾ പല വീടുകളിലും പുതിയ വീടുകളിലൊക്കെ നോക്കിയാൽ കാണാം, സ്റ്റീൽ ടാങ്കുകളാണ് വെച്ചിരിക്കുന്നത്. SS ടാങ്കുകൾ. ധാരാളം ആൾക്കാർ സ്റ്റീൽ ടാങ്കുകളിലേക്ക് മാറുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഇത് പ്ലാസ്റ്റിക് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് പൊടിഞ്ഞ് വെള്ളത്തിൽ കലരുന്ന പേടിയൊന്നും ഇതുകൊണ്ടുണ്ടാവുകയില്ല. വളരെ ഹൈജീനിക് ആയിട്ടുള്ള, കഴുകിയെടുക്കാൻ വളരെ എളുപ്പമുള്ളതും, വലിയ അഴുക്കുകളോ പായലോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചെറിയ തുണിയോ സ്പോഞ്ചോ ഒക്കെ ഉപയോഗിച്ച് ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇതിലും ചെറിയ ദോഷങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടുത്ത വേനൽക്കാലത്ത് വെയിലടിക്കുമ്പോഴത്തേന് ഇതിലെ വെള്ളം ഭയങ്കരമായിട്ട് ചൂടാവും. ഉച്ച സമയത്ത് ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ചൂടുവെള്ളമായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീല്, 304 അല്ലെങ്കിൽ 316 ഗ്രേഡിലുള്ള സ്റ്റീല് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉപ്പുവെള്ളമുള്ള പ്രദേശങ്ങളിൽ ചിലപ്പോൾ തുരുമ്പ് വരാനുള്ള സാധ്യതയും ഈ സ്റ്റീൽ ടാങ്കുകൾക്ക് ഉണ്ട്. മാത്രമല്ല പ്ലാസ്റ്റിക് ടാങ്കിനേക്കാൾ വില അല്പം കൂടുതലായിരിക്കും. മൂന്നാമത്തെ, നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന സിമെൻറ്റ് ടാങ്കുകൾ. ഇപ്പോഴും പല വീടുകളിലും സിമെൻറ്റ് ടാങ്കുകൾ കാണാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കടുത്ത വേനൽക്കാലത്തും ഇതിലെ വെള്ളം നല്ല തണുപ്പായിരിക്കും എന്നുള്ളതാണ്. വെയിലടിച്ചാൽ വെള്ളം ചൂടാവില്ല, വർഷങ്ങളോളം കേടുകൂടാതെ നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമെൻറ്റ് ടാങ്കിനുള്ളിൽ പായലും വഴുക്കലും ചെളിയും പെട്ടെന്ന് പിടിച്ചുകൂടും. അതുകൊണ്ട് തന്നെ പരുത്ത പ്രതലമായതുകൊണ്ട് ഇത് കഴുകിയെടുക്കാൻ നല്ല കഷ്ടപ്പാടാണ്. അതുപോലെ തന്നെ ബ്രഷിട്ട് തേച്ചുരയ്ക്കാണ്ടി ഒക്കെ അവസ്ഥകൾ വരാറുണ്ട്. കാലപ്പഴക്കം ചെല്ലുമ്പോൾ ചെറിയ വിള്ളലുകളൊക്കെ വന്ന് വെള്ളം ചോർന്നു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിമെൻറ്റ് ടാങ്കുകൾ കൃത്യമായി മൂടി വെച്ചിരിക്കണം എന്നുള്ളതാണ്. പല വീടിൻ്റെയും മുകളിലെ സിമെൻറ്റ് ടാങ്കുകൾ സ്ലാബ് ഇട്ട് മൂടിയിട്ടുണ്ടായിരിക്കില്ല. ശരിക്ക് അടയ്ക്കാതെ തുറന്നിരുന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം, കാക്കയോ മറ്റ് പക്ഷികളോ ഒക്കെ പറന്നു വന്ന് കാഷ്ടിക്കും, അല്ലെങ്കിൽ മരച്ചില്ലകളുടെ കമ്പുകളൊക്കെ ഒടിഞ്ഞു വീണ് അതിനേക്കാൾ വലിയൊരു അപകടം ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ കൊതുകുകൾ വന്ന് മുട്ടയിട്ട് വരും. ഇത് ഡെങ്കിപ്പനി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണമാകും. അതുകൊണ്ട് സിമെൻറ്റ് ടാങ്കുകൾ ഉപയോഗിക്കുന്നവർ അത് ഡയറക്റ്റായി പ്രാണികളോ അഴുക്കുകളോ വീഴാത്ത രീതിയിൽ മൂടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സിമെൻറ്റ് ടാങ്കുകൾ കഴുകുമ്പോൾ കുറച്ച് ബ്ലീച്ചിങ് പൗഡറുകളോ ലൈമോ ഉപയോഗിച്ച് നല്ല രീതിയിൽ തേച്ചുരച്ച് കഴുകാൻ ശ്രദ്ധിക്കുക. ആ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും പുതിയ വെള്ളം നിറച്ച് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി സാധാരണപ്പെട്ട ഒരു വീടിന് എത്ര ലിറ്റർ ടാങ്കാണ് വീടുകളിൽ വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു 4 മുതൽ 5 വരെയുള്ള അംഗങ്ങളുള്ള കുടുംബങ്ങളാണെങ്കിൽ സാധാരണ തുണി അലക്കാനും പാത്രം കഴുകാനും മറ്റു വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരു ഏകദേശം 800 മുതൽ 1000 ലിറ്റർ വരെ വെള്ളം ആവശ്യമായി വരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 1000 ലിറ്ററുള്ള ടാങ്കെങ്കിലും വെക്കണം ഒരു 4-5 പേരുള്ള കുടുംബമാണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 1-2 ദിവസത്തേന് 1.5 അല്ലെങ്കിൽ 2 ദിവസമൊക്കെ കിട്ടും. കൂടുതലായിട്ട് വലിയ ഉപയോഗമില്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും. നമുക്ക് തുടർച്ചയായിട്ട് ഒരു ദിവസം ഇപ്പം കറണ്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ടാങ്ക് വെക്കുകയാണ് ഏറ്റവും നല്ലത്. മിക്ക വീടുകളിൽ ഇപ്പം ഈ ചിമ്മിനി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് വാർക്കയിലോട്ടൊക്കെയാണ്
ഈ ടാങ്കുകൾ വെക്കുന്നത്. അപ്പം കൂടുതൽ കപ്പാസിറ്റി ഉള്ള ടാങ്കുകൾ വെക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം കറണ്ടിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ കറണ്ടൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വെള്ളമില്ലാതെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ ടാങ്ക് വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള കപ്പാസിറ്റിയുള്ള ടാങ്കുകൾ വെക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. സാധാരണ ഒരു ആൾക്കാർക്ക്, സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ കൂടുതലും ഈ ഒരു പ്ലാസ്റ്റിക് ടാങ്ക് വെക്കുന്നതായിരിക്കും നല്ലത്. ISI മുദ്രയുള്ള UV റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടാങ്കുകൾ വെക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ചിലവും കുറയും, നിങ്ങൾക്കത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് മാറ്റി മേടിക്കുവാനും ഒക്കെ പറ്റും. സ്റ്റീൽ ടാങ്ക് വെക്കുമ്പോഴത്തേന് പൈസയാവും, അതുപോലെ തന്നെ അതിനൊരു പ്രത്യേക സ്റ്റാൻഡ് വേണം, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടമാണ് വെക്കേണ്ടത്. എല്ലാവരും ഈ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ടാങ്ക് ക്ലീൻ ചെയ്തുകൊണ്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളോർക്കും നമ്മുടെ കിണറ്റിൽ പ്രത്യേകിച്ച് അഴുക്കുകളോ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ടാങ്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ടാങ്കിനകത്ത് കയറി നിന്ന് നോക്കിയാൽ മനസ്സിലാവും എന്തുമാത്രം ചെളികളാണ് അതിൻ്റെ അകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്നതെന്നുള്ളത്. നമ്മൾ പുതിയതായിട്ട് വീണ്ടും ടാങ്കിലെ വെള്ളം തീർന്നു കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം അടിക്കുമ്പോഴത്തേന് ഈ ചെളിയുടെ മണ്ടയിലോട്ട് തന്നെയാണ് വെള്ളം ശക്തിയായിട്ട് ചെന്ന് വീഴുമ്പോൾ ആ ചെളി വീണ്ടും ഇളകുകയും അത് വീണ്ടും നമ്മളുടെ ടാപ്പിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മളാണെങ്കിലും മിക്ക വീടുകൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കുകൾ ഏത് ടൈപ്പിലുള്ള ടാങ്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ വാട്ടർ ടാങ്കുകൾ നിങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ടോ? എത്ര മാസത്തിലൊരിക്കലാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് എന്നതും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബൈ.